ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്നൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തക്കാളിയും പിന്നെ ഒരു 2 കോഴിമുട്ടയും പിന്നെ ഒരു 2 വറ്റൽമുളകൊക്കെ ചേർത്ത് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ മുട്ട രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പം നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിത് പിന്നെ സാധാരണ പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ആ സമയം കൊണ്ട്. മറ്റൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് കേട്ടോ, ഒരുപാട് വലിയ സവാളയൊന്നും അല്ല എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ 2 ചേർക്കുന്നുള്ളൂ, കാര്യം ഇതിന് നല്ല എരിവാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നേരം ഇട്ട് കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സവാളയും വെളുത്തുള്ളിയും ഈ വറ്റൽമുളകും ഒക്കെ ഒന്ന് ഒന്ന് ചൂടായിട്ട് ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ദാണ്ട സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുതായിട്ട് തന്നെ ഞാനൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കാര്യം ഞാൻ 2 വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടി ചേർത്തത്. ഒരു 1 ടീസ്പൂണൊക്കെ മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ദാണ്ടെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ, അതുവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ പുഴുങ്ങി വെച്ചേക്കുന്ന 2 കോഴിമുട്ട ഉണ്ടല്ലോ, അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മഞ്ഞ ഒഴിവാക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർത്തേക്കാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അവിടെ ഞാൻ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിൽ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുട്ട ചട്നിയാണ്. ഇത് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവില്ല. മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്യാവശ്യം നല്ലൊരു ചട്നിയാണ് കേട്ടോ. എന്നിരുതി ചിലർക്ക് മുട്ടയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ഇത് അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മുട്ട ഇഷ്ടപ്പെടുന്നവരൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്.